തെക്കൻ കേരളത്തിൽ കാളിയൂട്ട് എന്ന അനുഷ്ഠാന കലാരൂപം നടക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ് ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്രം. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ചയാണ് കാളിയൂട്ട് നടത്തുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യത്തോട് യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് ഇവിടെയെത്തി വിജയത്തിനായി ഒരു വഴിപാട് നേർന്നു. ആ യുദ്ധത്തിൽ മഹാരാജാവ് കായംകുളം രാജ്യത്തെ തോൽപ്പിച്ച് തിരുവിതാംകൂറിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. അതിനുശേഷം ക്ഷേത്രത്തിലെത്തിയ മഹാരാജാവ് തന്റെ വഴിപാടായി കാളിയൂട്ട് നടത്തി. ഇതോടെ ഇവിടുത്തെ കാളിയൂട്ട് കൂടുതൽ പ്രശസ്തമായി. പിന്നീട് എല്ലാ വർഷവും കാളിയൂട്ട് നടത്താൻ തീരുമാനിച്ച് ഉത്തരവിട്ട രാജാവ് കാളിയൂട്ട് നടത്തുന്നതിനുള്ള അവകാശ അധികാരങ്ങൾ പൊന്നറ കുടുംബത്തിന് നൽകി. കാളി ദാരിക യുദ്ധത്തിനുള്ള ദിവസം കുറിക്കുന്നതോടെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന കാളിയൂട്ടടിയന്തരത്തിന് തുടക്കമാവും. ആദ്യ 7 ദിവസങ്ങളിൽ പല കഥകളായി കാളി നാടകങ്ങൾ നടത്തുന്നു. ലോക ദുരിതകാരനായ ദാരികനെ നിഗ്രഹിക്കാനെത്തുമ്പോൾ ദേവി തന്റെ ഏറ്റവും രൗദ്രരൂപം കൈക്കൊള്ളുന്നു. ആ ഉഗ്രരൂപത്തെയും ഭാവത്തെയും ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് ദേവിയുടെ തിരുമുടി തയ്യാർ ചെയ്തിട്ടുള്ളത്. നിറയെ സർപ്പങ്ങളെ കൊത്തിയ തിരുമുടി തയ്യാറാക്കുന്നത് ലക്ഷണമൊത്ത വരിക്കപ്ലാവിന്റെ കാതലിൽ നിന്നാണ്. കാളിയൂട്ടിന്റെ തലേദിവസം ഉച്ചതിരിഞ്ഞ് ക്ഷേത്രത്തിലെത്തുന്ന കാളിയുടെയും ദുർഗയുടെയും രൂപങ്ങൾ തിരുമുടി ധരിച്ച ശേഷം ദാരികനെ തേടി ലോകത്തിന്റെ ഇരുദിക്കുകളിലേക്കും യാത്ര തിരിക്കുന്നതോടെ മുടിയൊഴിച്ചിൽ ചടങ്ങുകൾ ആരംഭിക്കുകയായി. തിരുമുടി ധരിച്ച ദേവീരൂപങ്ങൾ നെല്ലൊഴിഞ്ഞ് മുന്നോട്ടു പോകുന്ന ചടങ്ങാണ് മുടിയൊഴിച്ചിൽ. ദേവീപ്രസാദമായി നൽകുന്ന വിത്ത് സ്വീകരിക്കാനും സന്താനങ്ങളെ ഒഴിയാനും ഭക്തസഹസ്രങ്ങൾ ഏറെ നേരം കാത്തുനിൽക്കും. ലോകക്ലേശങ്ങളുടെ കാരണഭൂതനായ ദാരികനെ തേടിയുള്ള ദേവിയുടെ യാത്രയെ രാവേറെയും ഭക്തർ ആദരപൂർവ്വം അനുഗമിക്കുന്നു. കാളിയൂട്ടിന്റെ അവസാന ദിവസം രാവിലെ തന്നെ ദേവിയുടെയും ദാരികന്റെയും നിലത്തിൽ പോര് നടക്കാനുള്ള നിലവും ആകാശയുദ്ധത്തിനുള്ള പർണകളും ഭക്തർ തയ്യാറാക്കും. ദേവിക്ക് ഉയരമേറിയ കൊന്നത്തെങ്ങുകൾ കൊണ്ടും ദാരികന് കമുകുകൾ കൊണ്ടും ആണ് പർണ തയ്യാറാക്കുന്നത്. നീണ്ട നേരത്തെ ചമയങ്ങൾക്ക് ശേഷമാണ് ദേവി ദാരിക വേഷങ്ങൾ നിലത്തിൽ പോരിനായി എത്തുന്നത്. ആദ്യം ഒരുങ്ങിയിറങ്ങുന്ന ദാരിക വേഷം ദേവീനടയിൽ മുട്ടുന്നതോടെ ദേവിയും ദാരികനും തമ്മിലുള്ള പോരിനായി ഇരുവരും പോർനിലത്തേക്ക് എത്തുന്നു.
ഏറെ നേരത്തെ നിലത്തിൽ പോരിന് ശേഷം ആകാശപ്പോരിനായി ഇരുവരും പറന്നുകളിൽ കയറുന്നു. പറന്നുകളിൽ വെച്ച് നടത്തുന്ന ആകാശയുദ്ധത്തിലും ദാരികനെ തോൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ കൈലാസം എന്ന സങ്കല്പത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന ദേവി അവിടെ നിന്ന് തീർത്ഥം സേവിച്ച് മടങ്ങിയെത്തി ദാരിക നിഗ്രഹം നടത്തുന്നു. ദാരിക നിഗ്രഹത്തിന് പ്രതീകാത്മകമായി കുലവാഴയും കുമ്പളങ്ങയും വെട്ടി ഗുരുസി നടത്തുന്നു. തുടർന്ന് കൈലാസത്തിന് വലം വെക്കുന്നു എന്ന ഭാവത്തിൽ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്ത ശേഷം തുള്ളൽപുരയിലെത്തി ദാരികന്റെ അറുത്തെടുത്ത ശിരസ്സുമായി മുടിത്താളം ചവിട്ടുന്ന ദേവി ജനങ്ങൾക്ക് നേരെ നന്മയുടെ വിത്തെറിയുന്നതോടെ ആ വർഷത്തെ കാളിയൂട്ട് സമാപിക്കുന്നു.